സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അഭിമാനത്തോടെ ആദരാതിരേഖത്തോടുകൂടി ഓർത്തു പോവുകയാണെന്ന് ആനി ബസന്റ് കൂട്ടിച്ചേർക്കുകയാണ്. സേവനം ചെയ്യാൻ ആളുകൾ കൂടെ വരുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു വാക്കുണ്ടായിരുന്നു, ഒരാൾക്ക് എത്രയും ഉത്തമം സ്വന്തം ജോലി സ്വന്തം കൈകളെ കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിച്ചതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആനി ബസന്റിന്റെ വരികൾ അപ്പടിയെടുത്ത് ഉദ്ധരിക്കുകയാണ് ഈ സദസ്സിൽ. എത്ര ലളിതം! ആനി ബസന്റ് പറയുകയാണ്, എത്ര ലളിതം, എത്ര ഉത്കൃഷ്ടം, എത്ര വിശ്വസ്തം. ഈ 3 വരികളെ കൊണ്ട് ഈ മദഹിന്റെ സഭയെ അലങ്കരിക്കാൻ ഈ വിനീതൻ ആഗ്രഹിക്കുന്നു. എത്ര ലളിതം, എത്ര ഉത്കൃഷ്ടം, എത്ര വിശ്വസ്തം. പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമേ അതെത്ര ലളിതം, അതെത്ര ഉത്കൃഷ്ടം, അതെത്ര വിശ്വസ്തം. അവസാനം ആനി ബസന്റ് പറയുന്നൊരു വാക്കുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചക തിരുമേനിയെ താക്കീത് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഒരുപക്ഷെ ആനി ബസന്റ് ശ്രദ്ധിച്ച സൂക്ഷ്മമായ ഈ വശം പല പണ്ഡിതന്മാരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ആനി ബസന്റ് പറയുകയാണ്, അള്ളാഹു നബിയെ വിളിച്ച് താക്കീത് ചെയ്ത് വിമർശിക്കുകയും നബിയെ ശാസിക്കുകയും ചെയ്ത ഭാഗം ഖുർആനിലുണ്ട്. മുഹമ്മദ് നബി അല്ലാതെ മറ്റാരുമായിരുന്നുവെങ്കിൽ ആ ഭാഗം വെളുപ്പിച്ചു വെക്കുമായിരുന്നുവെന്ന് മിസിസ് ആനി ബസന്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അലങ്കരിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഏകനായ ലോക തമ്പുരാൻ തന്നെ ശാസിച്ചുവെന്ന് ലോകത്തോട് പറയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആ സംഭവം ആനി ബസന്റ് വിശദീകരിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പല സഹോദരങ്ങൾക്കും കേട്ടറിവുള്ള സംഭവമായിരിക്കും അത്. ഒരു ദിവസം നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ ആളുകളുമായി സംസാരിച്ചിരിക്കുകയാണ്. കുറെ പ്രമുഖരായ വ്യക്തികളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണു കാണാത്ത ഇബ്നു ഉമ്മ മക്തൂം എന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തപ്പിത്തടഞ്ഞുകൊണ്ട് ആ തിരു സദസ്സിലേക്ക് നടന്നു വന്നു. നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അദ്ദേഹത്തെ അവഗണിച്ചില്ല. പക്ഷേ ഇവരോട് സംസാരിച്ച ശേഷം മതി അദ്ദേഹത്തോട് സംസാരിക്കാനെന്ന് തീരുമാനിച്ചു. ആ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. അധികം താമസിച്ചില്ല. ജിബ്രീൽ മാലാഖ ചിറകിട്ടടിച്ചു വന്നു. മുഹമ്മദ് മുസ്തഫാന്റെ തിരുനെറ്റിയിൽ വിയർപ്പിന്റെ മുത്തുമണികൾ തിളങ്ങി. അള്ളാഹുവിന്റെ വെളിപാടുണ്ടായി. വഹിയുമായിട്ട് റെവലേഷനുമായിട്ട് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മലക്ക് പറന്നു വന്നുകൊണ്ട് റസൂലിനെ ഓതി കേൾപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അബസവതവല്ല. ആ കണ്ണ് കാണാത്ത ആളെ നിങ്ങൾ അവഗണിച്ചില്ലയോ നബിയെ? ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ അവഗണിച്ചില്ലയോ നബിയെ? കടന്നു വന്ന അതിഥിയെ വേണ്ട പോലെ മാനിക്കാതെ വിട്ടില്ലയോ നബിയെ? കണ്ണ് കാണാത്ത സാധാരണക്കാരനേക്കാൾ നേതാക്കന്മാരുമായുള്ള ചർച്ചയ്ക്ക് അങ്ങ് പ്രാധാന്യം നൽകിയില്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? മിസിസ് ആനി ബസന്റ് വാഴ്ത്തപ്പെടട്ടെ. ഈ ഒരു സംഭവം മുഹമ്മദ് നബി അല്ലായിരുന്നുവെങ്കിൽ ലോകത്തോട് പറയാതെ മൂടിവെക്കുമായിരുന്നു. ഏകനായ ദൈവം തന്നെ സാധിച്ചുവെന്ന് ലോകത്തോട് പറയാൻ മുഹമ്മദ് നബിയെപ്പോലുള്ള വിശ്വസ്തനായ ഒരാൾക്കല്ലാതെ, അത്ര വലിയ വിശ്വസ്തതയുടെ ഉടമയായ ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ലെന്ന് പാശ്ചാത്യ ബുദ്ധിശക്തിയുടെ ഉടമയായ മിസിസ് ആനി ബസന്റ് എഴുതി വെക്കുമ്പോൾ ഓരോ രോമകൂപങ്ങളിലേക്കും മധുഹിന്റെ ബുർദാ ശരീഫിന്റെ പ്രവാഹം സംഭവിച്ചു പോവുകയാണ്. ഇത് പറയാൻ നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ സാധിക്കില്ല. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന മുഴുവൻ ആളുകളും അത് ഓതുന്നു. എത്രയോ കോടാനുകോടി ഓതി, ഇനിയും കോടാനുകോടി ഓതാനിരിക്കുകയാണ്. എന്താണ് ഈ ഓതുന്നത്? നബിയെ നിങ്ങൾ കണ്ണ് കാണാത്തയാളെ അവഗണിച്ചു, നബിയെ നിങ്ങൾ കണ്ണ് കാണാത്തയാളെ അവഗണിച്ചു, നബിയെ നിങ്ങൾ കണ്ണ് കാണാത്തയാളെ അവഗണിച്ചു, നബിയെ ആ സാധാരണക്കാരനെ നിങ്ങൾ തിരസ്കരിച്ചു. അബസവതവല്ല, 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 അബസവതവല്ല. അമേരിക്കയിലും അബസവതവല്ല, ചൈനയിലും അബസവതവല്ല, 15ാം നൂറ്റാണ്ടിലും അബസവതവല്ല, 21ാം നൂറ്റാണ്ടിലും അബസവതവല്ല, കാലങ്ങൾക്ക് ശേഷവും അബസവതവല്ല. റൗളാ ശരീഫിൽ പുഞ്ചിരി തൂകുമ്പോഴും അനുയായികളുടെ തുണ്ടിലൂടെ അബസവതവല്ല. കണ്ണ് കാണാത്തവനെ അവഗണിച്ചില്ലയോ നബിയെ? കണ്ണ് കാണാത്തവനെ തിരസ്കരിച്ചില്ലയോ നബിയെ?
ആ തിരസ്കാരത്തിന് താൻ വിധേയനായ കാര്യം ലോകത്തോട് വിളിച്ചു പറയുമ്പോ എന്തോ ഒരു വിശ്വസ്തത, എന്തോ ഒരു ഉത്കൃഷ്ടത, എന്തോ ഒരു മഹത്വം, എന്തോ ഒരു ലാളിത്യമെന്ന് ആനി ബസന്റ് എഴുതിപ്പോയെങ്കിൽ അതിലെന്തത്ഭുതമാണ്. ആ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ താക്കീത് പ്രസിദ്ധപ്പെടുത്താതെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നുവെന്ന് എഴുതിയ ആനി ബസന്റ് പ്രവാചക തിരുമേനിയുടെ മഹത്വമാർന്ന ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങളിൽ ഒരു തലത്തെയാണ് സ്പർശിച്ചിരിക്കുന്നത്. അതിസൂക്ഷ്മമായ ഒരു വശത്തെയാണ് തന്റെ പേന കൊണ്ട് തൊട്ടുപോയിരിക്കുന്നത്. ആ സ്പർശനത്തിനൊരു സുഖമുണ്ട്, ആ തൊട്ടുപോയ നിമിഷത്തിന് പോലും മഹാത്മ്യമുണ്ട്. ആനി ബസന്റ് കൂട്ടിച്ചേർക്കുകയാണ്, പിൽക്കാലത്ത് ഇബ്നു ഉമ്മു മക്തൂമിനെ കാണുമ്പോൾ, ഈ തന്നെ കാണാത്ത മനുഷ്യനെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും കാണുമ്പോൾ ലോകനായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് വരവേൽപ്പ് നൽകി കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, പ്രിയപ്പെട്ട ഇബ്നു ഉമ്മു മക്തൂമേ, അല്ലാഹു എന്നെ ശാസിക്കാൻ നിങ്ങളാണ് കാരണക്കാരനായത്. പ്രിയപ്പെട്ട അന്ധനായ സഹോദര, നിങ്ങൾ കാരണമായിട്ടാണ് അല്ലാഹു എന്നെ ശാസിച്ചത്. നിങ്ങൾ കാരണമായിട്ട് അല്ലാഹു എനിക്ക് വലിയ ഭാഗ്യം ചെയ്തു. നിങ്ങൾ കാരണമായിട്ട് അല്ലാഹു എന്നെ ബഹുമാനിച്ചു. നിങ്ങൾ കാരണമായിട്ട് സൂര്യചന്ദ്രന്മാരുടെ തമ്പുരാൻ എന്നെ വിളിച്ചു ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, നീ കണ്ണ് കാണാത്തവനെ അവഗണിച്ചില്ലയോ? ആ ശാസന ഏറ്റുവാങ്ങാൻ എനിക്ക് സൗഭാഗ്യം തന്ന ഉമ്മ മക്തൂമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് കാണാത്ത ഈ സഹാബിയെ പിന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടുമ്പോൾ സയ്യിദുനാ വ നബിയ്യുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ ആ സഹോദരന്റെ കൈപിടിച്ചുകൊണ്ട് മുത്തം വെക്കുമായിരുന്നുവെന്ന് ആനി ബസന്റ് കൂട്ടിച്ചേർത്തത് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് ബൂസീരിയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്താനാണ്. ബൂസീരി വെളിച്ചമാണ്, ബൂസീരി രണനായകനാണ്, വെറും യുദ്ധത്തിന്റെ നായകനല്ല, മനസ്സിന്റെ യുദ്ധത്തിന്റെ നായകനാണ്. ഇന്ന് ആളുകൾക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത, ഇന്ന് ആളുകൾക്ക് എവിടെയും ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള ചിന്ത, ഇന്ന് ചോര ഒഴിക്കാനുള്ള വാശി, ഇന്ന് മിസൈൽ കൊടുക്കാനുള്ള കൊതി, ഇന്ന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് പാവങ്ങളായ വീട്ടമ്മമാരുടെ വീട്ടുകളുടെ നെറുകയിൽ കൊണ്ടുപോയിട്ട് ബോംബ് വീഴ്ത്തുന്ന അധികാരികളുടെ ഏകഛത്രാധിപതികളുടെ കാലം, ജനാധിപത്യ നാടകത്തിലെ ഏകാധിപതികളുടെ കാലം, ജനാധിപത്യ നാടകത്തിലെ ഏകാധിപതികളുടെ കാലം. ആ ജനാധിപത്യ നാടകത്തിലെ ഏകാധിപതികൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ പാവങ്ങളുടെ വീടുകളുടെ നെറുകയിൽ കൊണ്ടുപോയിട്ട് അന്നത്തിന്റെ പൊതിയല്ല വീഴ്ത്തുന്നത്, പട്ടിണി മാറ്റാനുള്ള ചോറ് പൊതിയല്ല കൊടുക്കുന്നത്, ബോംബാണ് വീഴ്ത്തുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നുകൊണ്ട് നാം ഓർക്കേണ്ട സംഭവം, ആത്മാവിലേക്ക് വീണ്ടും ഈ എളിയവൻ തിരിച്ചു പോകുന്നു. പ്രവാചക തിരുമേനിയുടെ അടുക്കൽ നിന്നുകൊണ്ടാണ് അനുയായി ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഉപദേശിച്ചാലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചാലും ഉടനെ വന്ന് മറുപടി, ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക. അതാണ് നിനക്കെനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം. രണ്ടാമത് നീ അനുയായി ചോദിച്ചു, ആവർത്തിച്ചു പേന പറഞ്ഞു, ഒരിക്കൽ കൂടി എന്നെ അഡ്വൈസ് ചെയ്താലും, ഒരിക്കൽ കൂടി എനിക്ക് ജീവിതം നന്നാക്കാനുള്ള ഉപദേശം നൽകിയാലും രണ്ടാമതും വന്ന് മറുപടി, ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക. മൂന്നാമത് നീ അനുയായി ചോദിച്ചു, ഇനിയും എന്നെ ഉപദേശിച്ചാലും എന്നെ ധന്യനാക്കിയാലും എനിക്ക് വഴി കാണിച്ചാലും ലോകനായകരെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം മൂന്നാമതും വന്ന മറുപടി, ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കുക. 20-ാം നൂറ്റാണ്ടിലെ മതം കാണുമ്പോ, 20-ാം നൂറ്റാണ്ടിലെ മതപ്രവർത്തനം കാണുമ്പോ 1400 കൊല്ലം മുമ്പ് മുഴങ്ങിയ ആ മുത്തുകളുടെ പ്രതിധ്വനി ഇന്നും നമ്മുടെ കാതുകളിൽ എന്തെന്നില്ലാത്ത തേന്മഴ പോലെ പെയ്യുന്നു. മതത്തിന് വേണ്ടി രംഗത്ത് വരുന്നവന് കോപം, മതം പ്രവർത്തിക്കുന്നവന് രോഷം, ഒരു മതക്കാരന് മറ്റൊരു മതക്കാരനോട് രോഷം, മതം പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുന്ന പുരോഹിതന് രോഷം, സ്വന്തം ഒരു മതത്തിൽപ്പെട്ടവന് മറ്റൊരു മതത്തിൽപ്പെട്ടവനോട് മാത്രമല്ല രോഷം, സ്വന്തം മതത്തിൽപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ള മറ്റൊരു ചിന്താസരണിയിലെ അനുയായിയോടും രോഷം, എന്റെ വഴി സ്വീകരിക്കാത്തതിന്റെ പേരിൽ രോഷം, എന്റെ അഭിപ്രായം സ്വീകരിക്കാത്തതിന്റെ പേരിൽ കോപം.
പേജുകളിൽ കോപം, രോഷം ഇടിമിന്നലായിട്ട് ജ്വലിച്ചു നിൽക്കുകയാണ്. അവിടെയാണ് മതം എന്തെന്ന് ചോദിച്ചു വന്ന അനുയായിക്ക് 3 വട്ടം ആവർത്തിച്ച മറുപടി, ലാ തഗ്ളബ്, കോപിക്കരുത്, ലാ തഗ്ളബ്, കോപിക്കരുത്. മൂന്നാമതും ലാ തഗ്ളബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ എളിയവൻ അതിന്റെ ശാസ്ത്രവശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ശാസ്ത്രീയ പഠനപ്രകാരം മനുഷ്യന് കോപം വരുമ്പോൾ അവന്റെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നു, അവന്റെ ശരീരത്തിലെ ഞരമ്പുകളെ അത് ചൂടാക്കുന്നു, അവന്റെ ശരീരത്തിൽ അത് അത്ഭുതകരമായ പ്രസരണം സൃഷ്ടിക്കുന്നു, അത് അവന്റെ ബ്രെയിനിന്റെ ഞരമ്പുകളിലേക്ക് പടർന്നു കയറുന്നു. അതുകൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് അംഗസ്നാനം ചെയ്യുന്നവന്റെ ശരീരവും അവന്റെ ബ്ലഡ് പ്രഷറും ലോ ലെവലിലേക്ക് താഴുമെന്ന് മോഡേൺ സയൻസ് സിദ്ധാന്തിക്കുമ്പോൾ 1400 ആണ്ട് മുമ്പൊരിക്കൽ ഈ തപ്പന പൂത്ത നാട്ടിൽ വെച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഏറ്റവും വിലപ്പെട്ട ദൗത്യം സ്വന്തം മനസ്സിന്റെ കോപത്തെ ജയിച്ചടക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് കോപത്തെ നിയന്ത്രിക്കണം, നീ കരുണയെ സ്നേഹിക്കണം, നീ ഓമന മക്കളെ സ്നേഹിക്കണം. പാവപ്പെട്ട ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അതിന്റെ നെറ്റത്ത് ഉമ്മ വെക്കുന്ന റസൂലിനെ കണ്ടപ്പോൾ അറബിയായ ബദവിയായ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുമേനിയെ, തിരുദൂതരെ, നിങ്ങളെങ്ങനെ കുട്ടികളെ ഉമ്മ വെക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടികളെ മുത്തം ഉണർത്താറുണ്ടോ? എന്റെ വീട്ടിൽ എനിക്ക് 4 മക്കളുണ്ട്, ഞാനൊരാളെയും ഇന്നോളം മുത്തം വെച്ചിട്ടില്ല. നമ്മുടെ ഇടയിലുമുണ്ടല്ലോ അത്തരം ആളുകൾ, പൂക്കളെയും കുഞ്ഞുങ്ങളെയും ഇഷ്ടപ്പെടാൻ കഴിയാത്തവർ. അതിൽപ്പെട്ട ഒരാൾ അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നതെന്നർത്ഥം. അങ്ങനെയുള്ള ഒരാൾ പോയിക്കൊണ്ട് ചോദിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഓമന മക്കളെ മുത്തം വെക്കാറുണ്ടോ? അതിന് വന്ന മറുപടി രസകരമായിരുന്നു. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു നീക്കിയെങ്കിൽ അതിന് ഞാനെന്ത് പരച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം. കാരുണ്യമാണ് വേണ്ടത്. കാരുണ്യം പുഞ്ചിരിയായിട്ട് പരിലസിക്കണം, കാരുണ്യം തേന്മഴയായിട്ട് പെയ്യണം, കാരുണ്യം സ്നേഹമായിട്ട് പരക്കണം, കാരുണ്യം വെളിച്ചമായി വീടുകളെ അലങ്കരിക്കണം, കാരുണ്യം രാഷ്ട്രഗാത്രത്തെ ശക്തിപ്പെടുത്തണം, കാരുണ്യം സമൂഹത്തിന്റെ അസ്തിത്വത്തെ ഭദ്രമാക്കണം, കാരുണ്യം ഉറവയാകണം, കാരുണ്യം തേനുറവയാകണം, കാരുണ്യം മതജാതി ഭേദങ്ങൾക്കതീതമായ നീരൊഴുക്കായി, സർവതല സ്പർശിയായ നീരൊഴുക്കായി നൂറ്റാണ്ടുകളെ തഴുകി തലോടി കടന്നു പോകണം. ആ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ടാണ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് സിദ്ധിച്ചത്. ലോകത്തിന്റെ അനുഗ്രഹം. ആനി ബസന്റിനെ തുടരാൻ നമ്മൾ അനുവദിക്കുമെങ്കിൽ ആനി ബസന്റ് ഇനിയും പറയും. കൂട്ടത്തിൽ ആനി ബസന്റ് പറയുകയാണ്, ഒരിക്കൽ പ്രവാചക തിരുമേനി യുദ്ധമതൽ ഓഹരി വെക്കുന്ന സമയത്ത് ആളുകൾ പലതും കിട്ടാൻ വേണ്ടി വാശി പിടിച്ചു. ചിലർ എനിക്കും കിട്ടിയെങ്കിലെന്ന് ചിലർ ആഗ്രഹിച്ചു. അതിൽപ്പെട്ട ഒരാൾ വാശി പിടിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, മൂസാ നബിയെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുയായികളിൽ നിന്ന് മോശെ പ്രവാചകൻ ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അങ്ങനെ ഓഹരി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു ചോദ്യം ആനി ബസന്റ് എടുത്തുദ്ധരിക്കുകയാണ്. ഇതുപോലൊരു സദസ്സിൽ എന്തുകൊണ്ടായിരിക്കാം ആനി ബസന്റ് കാലങ്ങൾക്ക് ശേഷം അനുസ്മരിക്കപ്പെട്ടത്? അതിന്റെ കാരണം ഞാൻ പറയാം. മഹത്വത്തെ കണ്ടറിഞ്ഞവരും മഹത്വമുള്ളവരാണ്. മഹത്വത്തെ പുകഴ്ത്താനും വേണം ഒരു മഹത്വം, മഹത്വത്തെ പ്രകീർത്തിക്കാനും വേണം ഒരു സുഹൃതം, സൂര്യനെ കണ്ടറിയാനും വേണം ഒരു മാഹാത്മ്യം, ചന്ദ്രന്റെ വെളിച്ചമേറ്റെടുക്കാനും വേണം ഒരു സൗഭാഗ്യം. ആനി ബസന്റ് ഭാഗ്യം ചെയ്തു. ആനി ബസന്റിന് ആ ഭാഗ്യമുണ്ടായതുകൊണ്ട് ആനി ബസന്റ് കൂട്ടിച്ചേർക്കുകയാണ്. യുദ്ധത്തിന്റെ മുതല് കിട്ടാൻ കൊതിച്ചിരിക്കുന്ന അനുയായികളോട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ കൂടെയുണ്ട് എന്നത് പോരെ എന്റെ സഹാബത്തെ നിങ്ങൾക്ക്? എന്തിനീ ഓഹരി, എന്തിനീ ധനം, എന്തിനീ കുതിരകൾ, എന്തിനീ ഒട്ടകങ്ങൾ, എന്തിനീ ഈത്തപ്പഴത്തിന്റെ ചാക്കുകൾ, എന്തിനീ ധനമോഹം? ഞാൻ പോരെ, മുഹമ്മദ് പോരെ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ അനുയായികൾ ഒന്നടങ്കം തന്നെ നീറ് വാർത്തുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് മതി ധാരാളം, അങ്ങയിൽ കവിഞ്ഞ് ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങയിൽ കവിഞ്ഞൊരു നിധിയില്ല റസൂലേ, അങ്ങയിൽ കവിഞ്ഞൊരു പുണ്യമില്ല റസൂലേ. ആനി ബസന്റ് കൊടുത്തു ധരിക്കുമെങ്കിൽ മദീനയിലേക്കുള്ള പാതയിലെ ഓരോ സഹോദരനും കൽബിന് നിയ്യത്ത് വെക്കട്ടെ, മുഹമ്മദ് മതി, മുഹമ്മദ് മതി, മുഹമ്മദ് മതി, മുഹമ്മദുൻ
മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആനി ബസന്റ് കൂട്ടിച്ചേർക്കുകയാണ്. മുഹമ്മദ് ദൈവദൂതനാകാതിരിക്കുക എന്നത് അസാധ്യമാണ്, അത് ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരാള് അല്ലാഹുവിന്റെ റസൂല് തന്നെയാകണം, ദൈവത്തിന്റെ തിരുദൂതർ തന്നെയാകണം. അല്ലാത്തൊരാൾക്ക് ഇങ്ങനെ പെരുമാറാനേ സാധിക്കില്ലെന്ന് ആനി ബസന്റ് കൂട്ടിച്ചേർക്കുമ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. ആനി ബസന്റിനെ കുറിച്ച് ഇന്നത്തെ സ്ത്രീകളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നടിയുടെ അങ്കലാവണ്യത്തെ കുറിച്ച് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകൂ. ആനി ബസന്റിന്റെ വരികളെ കുറിച്ച് അവർക്ക് എന്തറിയാൻ? അവർ നിർഭാഗ്യത്തിനകപ്പെട്ടു പോയവരാണ്. ഇങ്ങനെ ഒരാൾക്ക് ദൈവദൂതനാകാതിരിക്കുക എന്നത് അസാധ്യമാണെന്ന് കൂട്ടിച്ചേർക്കുക വഴി മദ്ഹ് നബിയിലേക്ക് ഒരു തൂവൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന മിസ്സിസ് ആനി ബസന്റ് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അവദാനങ്ങളിലേക്ക് ഒരു തൂവൽ കൂട്ടിച്ചേർക്കുകയാണ് മിസ്സിസ് ആനി ബസന്റ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് കാണിച്ച അനുരാഗത്തെ ഓർത്തുകൊണ്ട്, അവിടുന്ന് അവരങ്ങോട്ട് കാണിച്ച അനുരാഗത്തെ ഓർത്തുകൊണ്ട് ആനി ബസന്റ് പിന്നെയും ആശയങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് പരിശുദ്ധ പ്രവാചകനെ സ്വലാത്ത് ചൊല്ലാൻ അവസരമാകുകയാണ്. കഅബയെ കെ ബദറുദ്ദുജാ തും പെ കർ ദറൂം ദുറൂദ്, കഅബയെ കെ ബദറുദ്ദുജാ തും പെ കർ ദറൂം ദുറൂദ്. കഅബയുടെ പൂർണ്ണ സൂര്യനെ അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്ത്, തൈബാ കെ ശംസുല്ലുഹ തും പെ കർ ദറൂം ദുറൂദ്. മദീന നഗരിയുടെ സൂര്യനെ അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്ത്, ജാനുദുൽ അസ്ഫിയാ തും പെ കർ ദറൂം ദുറൂദ്. ജീവന്റെ ശുദ്ധിയെ, ഹൃദയത്തിന്റെ ശുദ്ധിയെ അങ്ങേക്ക് മേൽ ഞങ്ങളുടെ സലാത്ത്, ആബറുൽ അംബിയാ തും പെ കർ ദറൂം ദുറൂദ്. പ്രവാചകന്മാരുടെ ജലപാനമേ, പ്രവാചകന്മാരുടെ തിരുമലരേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് ഞങ്ങളുടെ സലാത്ത്. അസ് തുംസെ ജഹാൻ കി ഹയാത്ത്, തുംസെ ജഹാൻ കി സബാത്ത്, തുംസെ ജഹാൻ കി ഹയാത്ത്, തുംസെ ജഹാൻ കി സബാത്ത്. അസ്ൽ സേ ഹെ ദിൽ ബന്ദാ തും പെ കർ ദറൂം ദുറൂദ്. നബിയേ, ഹൃദയങ്ങളുടെ നാഥനായ നബിയേ, അങ്ങേക്ക് ഞങ്ങളുടെ സലാത്ത്. അങ്ങയെ കൊണ്ടാണ് ഈ ലോകത്തിന്റെ ജീവിതം, അങ്ങയെ കൊണ്ടാണ് ഈ ലോകത്തിന്റെ ഭദ്രത. അങ്ങേക്ക് ഞങ്ങളുടെ സലാത്ത്. കഅബയെ കെ ബദറുദ്ദുജാ തും പെ കർ ദറൂം ദുറൂദ്, തൈബാ കെ ശംസുദ്ദുഹാ തും പെ കർ ദറൂം ദുറൂദ്. നബിയെ, അങ്ങയുടെ മേൽ ഞങ്ങൾ സലാത്ത് വർഷിക്കുകയാണ്. ഏതൊരു അനുരാഗത്തോടു കൂടി എന്ന് ചോദിച്ചാൽ വഹ്ശിക്കങ്ങ് കാണിച്ചു കൊടുത്ത ഔദാര്യം പോലെ ഞങ്ങൾക്ക് ഔദാര്യം കാണിച്ചു തരാൻ, അല്ലാഹുവിനോട് അങ്ങയുടെ ദേട്ടമുണ്ടാകാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് പറയാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാൾ, മദ്ഹ് പറയപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാൾ ഈ ലോകത്ത് കടന്നുപോയെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജീവിത കാലത്ത് തന്നെ അവിടുത്തെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയവരുണ്ടായിരുന്നു, അവിടുത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു, അവിടുത്തെ എതിർത്തവരുണ്ടായിരുന്നു, അവിടുത്തെ ചീത്ത വിളിച്ചവരുണ്ടായിരുന്നു. ഒരു സമയത്ത് അവിടുന്ന് പറഞ്ഞു, അവരെന്നെ എന്ത് വിളിച്ചിട്ടെന്താണ്? ഞാൻ ഒരിക്കലും മുഹമ്മദല്ല, ഞാൻ മുഹമ്മദാണ്, മുഹമ്മദാണ്, മുഹമ്മദാണ്. എന്നെ ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിച്ചു കൊള്ളട്ടെ, ഞാൻ സുത്യർഹൻ, സുത്യർഹൻ, പ്രകീർത്തിക്കപ്പെടേണ്ട
പ്രകീർത്തിക്കപ്പെട്ടവൻ. അങ്ങനെ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു നാമധേയം അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ ഓമനപുത്രൻ അള്ളാഹു നൽകിയെങ്കിൽ അള്ളാഹു അന്നേ തീരുമാനിച്ചിട്ടുണ്ട്. ആരും ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആളുകൾ ഒരുമിച്ച് കൂടണം. കോഴിക്കോട് കടപ്പുറത്തായാലും അറേബ്യ മരുഭൂമിയിലായാലും ന്യൂയോർക്ക് പട്ടണത്തിലായാലും മുഹമ്മദ് എന്ന് പേരിട്ടു പോയതുകൊണ്ട് പ്രകീർത്തനം ഫർളായി, പ്രകീർത്തനം വാജിബായി. ആ പേരിന്റെ അർത്ഥം തന്നെ ഹംദ് ചെയ്യപ്പെടുന്നവനെന്നാണ്. പേരിന്റെ അർത്ഥം തന്നെ ഹംദ് ചെയ്യപ്പെടുന്നവനെന്നാണ്, പ്രശംസിക്കപ്പെടുന്നവനെന്നാണ്, സ്തുതിക്കപ്പെടുന്നവനെന്നാണ്, പ്രകീർത്തിക്കപ്പെടുന്നവനെന്നാണ്. അതുകൊണ്ട് അവരെന്നെ എത്ര ആക്ഷേപിച്ചാലെന്ത്, ഞാൻ മുഹമ്മദല്ല, ഞാൻ ആരോപണ വിധേയനാകുന്നവനല്ല, ഞാൻ മുഹമ്മദാണ്, ഞാൻ മുഹമ്മദല്ല, ഞാൻ മുഹമ്മദാണ്. ആ വാക്കുകളുടെ പ്രകാശമാണ് ഈ സദസ്സിൽ, ആ വാക്കുകളുടെ തിളക്കമാണ് മദീനയിലേക്കുള്ള പാതയിൽ, ആ വാക്കുകളുടെ അലങ്കാരമാണ് ഈ പാത, ആ വാക്കുകളുടെ വെളിച്ചമാണ് ഈ തിരുസഭ. ഞാൻ ഒരിക്കലും മുദമ്മമല്ല, ഞാൻ മുദമ്മമാവുകയില്ല. ആരെന്നെ ആക്ഷേപിച്ചാലും ഞാനെന്നും മുഹമ്മദാണ്, മുഹമ്മദാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബക ബദറുദ്ദുജാ തും ഫകർ ദറൂൻ ദുറൂദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട റൗദാ ശരീഫിലേക്ക് സലാത്തിനെ നിയോഗിക്കുന്ന സന്ദർഭം ആ സലാത്ത് സ്വീകരിക്കപ്പെടുന്ന ഉപഹാരമാണ്. മടക്കം ഒരിക്കലും റദ്ദാക്കപ്പെടാത്ത ഉപഹാരമാണ്. എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ദുനിയാവിൽ വെച്ചതിന് തിരിച്ചു കിട്ടുമെന്ന് അല്ലാഹു ഒരു തസ്ബീഹിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ലെന്ന് അബ്ദുസ്സമദ് ആണയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ് തുലാസിനെ നടക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തുലാസ് ദുനിയാവിലല്ല ആഖിറത്തിലാണെന്നറിയാത്ത ആരും ഈ സദസ്സിന് ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. തുലാസിൽ തൂങ്ങേണ്ടത് നാളെ പരലോകത്താണ്. അവിടെ സുബ്ഹാനല്ലാഹ് ധനം തൂങ്ങും, അവിടെ അൽഹംദുലില്ലത്ത് ധനമുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ചെയ്തതിന് അവിടെ വെച്ച് തന്നെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ എന്ന് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അത് ഈ പ്രവാചക തിരുമേനിയുടെ മേലുള്ള സലാത്താണ്, സലാത്ത് മാത്രമാണ്. എന്റെ മേലാരെങ്കിലും ഒരു വട്ടം സലാത്ത് ചൊല്ലിയാൽ നാളെ അല്ലാഹു 10 വട്ടം സലാത്ത് ചൊല്ലും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വട്ടം സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേലുടൻ തന്നെ 10 വട്ടം സലാത്ത് ചൊല്ലിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആഖിറത്തിലേക്ക് നീട്ടിവെക്കുന്ന പരിപാടിയല്ല, ഇത് പരലോകത്തേക്ക് മാറ്റിവെക്കുന്ന പരിപാടിയല്ല. ലോക തമ്പുരാനെ വാഴ്ത്തുന്ന ഏത് പ്രവർത്തിക്കും പ്രതിഫലം നാളെ പരലോകത്ത്. ഇത് തമ്പുരാന്റെ സ്നേഹഭാജനത്തിന്റെ കാര്യമാണ്. ഇത് കുല്ലുഹും യത്ലബൂന റിളാഇ, അവരൊക്കെ എന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ വഅനാ തുൽബു റിളാക യാ മുഹമ്മദ്, ഞാനാകട്ടെ മുഹമ്മദേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചു പോകുന്നുവെന്ന് ലോക തമ്പുരാനായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പേരിൽ ചെല്ലുന്ന സലാത്ത് നാളേക്ക് മാറ്റിവെക്കുന്നില്ല, അതിന് അവധി പറയുന്നില്ല, അതിന് മഹ്ശറയില്ല, അതിന് തുലാസ് തൂങ്ങുന്നില്ല, അതിന് ആദികൾ പരിഹരിക്കാൻ സലാത്ത്, രോഗങ്ങൾക്ക് സിദ്ധൌഷധം സലാത്ത്, പരിഹാരമാർഗം സലാത്ത്, ആലംബം സലാത്ത്, ആനന്ദം സലാത്ത്, അഭയം സലാത്ത്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കഅബക ബദറുദ്ദുജാ, കഅബയുടെ പൂർണ്ണചന്ദ്രനെ തും ഫകർ ദറൂൻ ദുറൂദ്, നിങ്ങളുടെ മേൽ ഞങ്ങളൊന്ന് സലാത്ത് ചൊല്ലിക്കോട്ടെ. സൈബാക്കെ ശംസുല്ലുഹ, മദീനയുടെ പൂർണ്ണ സൂര്യനെ തും ഫകർ ദറൂൻ ദുറൂദ്, നിങ്ങളുടെ മേൽ ഞങ്ങളൊന്ന് സലാത്ത് ചൊല്ലിക്കോട്ടെ. ജാനദിൽ അസ്ഫിയാ തും ഫകർ ദറൂൻ ദുറൂദ്, ഹൃദയത്തിന്റെ ജീവന്റെ നായകനെ ഞങ്ങളൊന്ന് സലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. ആദവകുൽ അംബിയാ തും ഫകർ ദറൂൻ ദുറൂദ്, അംബിയാക്കളുടെ പുഷ്പനെ ഞങ്ങളൊന്ന് സലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. തും ജഹാൻ കീ സബാത്ത്, തും ജഹാൻ കീ സബാത്ത്, നിങ്ങളെ
കൊണ്ട് ലോകത്തിന്റെ സ്ഥിരത, തുംസജഹാങ്കി ഹയാത്ത്, നിങ്ങളെ കൊണ്ട് ലോകത്തിന്റെ ജീവിതം, അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ. അസ്ലുസേഹദിൽ ബന്ദ തുംസകർ ദറൂൻ ദുരൂദ്, ഞങ്ങൾ അങ്ങയുടെ മേൽ അടിസ്ഥാനത്തിൽ നിന്നുത്ഭവം കൊള്ളുന്ന സ്വലാത്ത് കൊണ്ട്, സ്നേഹത്തിന്റെ കാരുണ്യമാല കൊണ്ട് ഞങ്ങൾ അങ്ങയാണ് അലങ്കരിച്ചു കൊള്ളട്ടെയോ. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇപ്പൊ കാണണം സ്വലാത്തിന്റെ ആവേശം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ സന്ദേശം നൽകിക്കൊണ്ട് വിശ്വപണ്ഡിതനായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ വാക്കുകൾ എളിയവൻ ഓർക്കുന്നു. റസൂലുള്ളാഹിനെ കൂടുതൽ മദഹ് ചെയ്യാനും അവിടുത്തെ കൂടുതൽ പിൻപറ്റാനും അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനും ഈ പരിപാടി ഒരു അലങ്കാരമായി ഭവിക്കട്ടെ എന്ന് UAE ഗവൺമെന്റിന്റെ അവാർഡ് സ്വീകരിക്കാൻ ലോകത്തൊരു പക്ഷേ ഇന്നോളം ഉണ്ടായതിൽ ഏറ്റവും വലിയ അവാർഡ് 1,22,00,000 അവാർഡ് ഏറ്റെടുക്കാൻ ഗവൺമെന്റിന്റെ പ്രത്യേക വിമാനത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാതക്കൊരു സന്ദേശം കുറിച്ചുവെച്ച ഹദറത്ത് മൗലാന എഴുതി ഈ സദസ്സ് വഴി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കാൻ അവിടുത്തെ കൂടുതൽ മദഹ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അകലെ നിന്ന് അവർ ദുആ ചെയ്തു. അല്ലാഹു ഈ ചടങ്ങിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളും അവരോടൊപ്പം ദുആ ചെയ്യുകയാണ്. ഇന്ന് ലോകത്ത് പണ്ഡിതന്മാർക്കൊരു നേതാവുണ്ടെങ്കിൽ ഈ എളിയവൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതാ വലിയ മനുഷ്യനാണ്. ആ വലിയ മനുഷ്യന്റെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിന്റെ ഓരോരുത്തരുടെയും ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ ചടങ്ങിനെ കബൂൽ ചെയ്യട്ടെ എന്ന് അഹ്ലു ബൈത്തിന്റെ പുത്രനും ഹസനി കുടുംബത്തിലെ ഫാത്തിമ ബീവിയുടെ പൗത്രനുമായ മൗലാന സയ്യിദ് അലി മിയാൻ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി, ഫാത്തിമയുടെ രക്തത്തിന്റെ ഉടമയായ പുത്രൻ. ആ പ്രാർത്ഥന അഹ്ലു ബൈത്തിന്റെ നേതൃത്വമാണ് ഇന്നും ഈ അധ്യക്ഷ പദത്തിൽ ഇവിടെ അലങ്കരിക്കപ്പെട്ടത്. ഇന്നലെയും അധ്യക്ഷ പദം, ഇന്നലെയും ഉദ്ഘാടന പദം. അതാണ് പിടുത്തം, അതാണ് ബലിഷ്ഠമായ പിടുത്തം. ആ ദുആക്ക് മറുപടിയുണ്ടെന്ന് ആർക്കെങ്കിലും ശങ്കയുണ്ടെങ്കിൽ ഈ എളിയവൻ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഈ കടപ്പുറത്തി സ്റ്റേജിന്റെ മുമ്പിൽ നിൽക്കുമ്പോ രണ്ടാമത് ഈ റമദാനിൽ ഇവിടെ നിൽക്കുമെന്ന് ഈ എളിയവൻ സങ്കല്പിച്ചിട്ടേയില്ല. ഉറപ്പിച്ചാണ് പറഞ്ഞത് അടുത്ത കൊല്ലം ഈ പരിപാടിയില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞത്. ഈ പരിപാടിക്ക് വരുന്ന സഹോദരങ്ങളുടെ ബുദ്ധിമുട്ട്, ഇതിന്റേതായ ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ജനബാഹുല്യം കൊണ്ട് ജനത്തിരക്കുകൊണ്ട് റമദാനിലെങ്കിലും ഈ പരിപാടി മാറ്റിവെച്ച് മറ്റൊരവസരത്തിൽ മദ്ഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാമെന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ ഓർക്കുന്നു ദുആക്ക് മറുപടിയുണ്ട്. ആരും ശങ്കിക്കേണ്ട, ഇത്ര വലിയ കൂട്ടത്തിന്റെ ദുആക്ക് മറുപടിയുണ്ട്. രണ്ടാമത്തെ ദിവസം നിർത്തി എന്ന് അനൗൺസ്മെന്റ് ചെയ്തു. മൂന്നാമത്തെ ദിവസം സ്വാഗത പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് ഉമർ പാണ്ഡികശാല ഇത് നിർത്താനുള്ള പരിപാടിയല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾ കൂട്ടായി തക്ബീർ മുഴക്കി, കൂട്ടായി ഇത് നടത്താൻ ആമീൻ ചൊല്ലി. അതൊന്നും അറിയാതെ മൂന്നാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്ന നമ്മുടെ മഹാനായ നായകൻ, നമ്മുടെ അഭിമാനഭാജനം, നമ്മുടെ കൊടിവാഹകൻ, നമ്മുടെ ഇഷ്ടഭാജനം, നമ്മുടെ സ്നേഹത്തിന്റെ പൊൻകാരമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരിപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ നഗരിയിലാണ്. ഉംറ ചെയ്യാൻ മദീനത്ത് പോയതാണ്, പോകുന്ന മക്കത്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ടിപ്പോ മദീനത്താണ്. അപ്പോഴും പരിപാടിക്ക് പുറപ്പെടുന്നത്, ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു തങ്ങൾ ഇത്തവണ വന്ന് ദുആ ചെയ്യില്ലേ? ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നതിനേക്കാളും ഞാൻ അവിടെ വെച്ച് ഈ സദസ്സിനോടും ഇവിടെ കൂടിയവർക്കും ദുആ ചെയ്യും. ഞാൻ ഈ ചടങ്ങ് മറക്കുകയില്ലെന്ന് തങ്ങൾ അവർകൾ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം തങ്ങൾ പറഞ്ഞു, നിർത്തിയത് അറിഞ്ഞിട്ടോ അറിയാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ഈ പരിപാടി ഇതിനേക്കാൾ ക്ഷേമമായിട്ട് അടുത്ത കൊല്ലം നടത്താൻ ഇന്നയാൾക്ക് ഈ എളിയവന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സ്നേഹമസ്തരണമായ ഭാഷയിൽ പാതിരാത്രി റമദാന്റെ രാത്രി മഹാനായ സയ്യിദ് ശിഹാബ് തങ്ങൾ ദുആ ചെയ്തു. ലക്ഷങ്ങളാണ് ആമീൻ ചൊല്ലിയത്. അതിനുശേഷം കഴിഞ്ഞ ഒരു കൊല്ലം ഈ വിനീതിന് സ്വസ്ഥതയുണ്ടായിട്ടില്ല.
അല്ലാഹു കബൂലാക്കിയെന്ന് ഈ സദസ്സ് വീണ്ടും വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട്, ദുആക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ എന്തൊക്കെ ഉദ്ദേശങ്ങളുമായി വന്നുവോ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് മറുപടിയുണ്ടെങ്കിൽ ഈ സദസ്സിൽ മറുപടിയുണ്ട്. ഇവിടെ വെച്ച് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദുആ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ മഹാനായ സയ്യിദ് ഉമർ തങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു അവരുടെയൊക്കെ ദുആയുടെ ഈ സദസ്സിലെ എല്ലാ ദുആകളെയും അല്ലാഹു നമുക്ക് വേണ്ടി നമ്മുടെ ഉദ്ദേശങ്ങളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എത്രയെത്ര എഴുത്തുകൾ, എത്രയെത്ര വസിയ്യത്തുകൾ, എത്രയെത്ര അപേക്ഷകൾ ഇന്നും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓരോ വഴിയിൽ നിൽക്കുമ്പോഴും എത്രയെത്ര അപേക്ഷകൾ. ഓർക്കണേ, ഓർക്കണേ, ദുആയിൽ ഓർക്കണേ. എത്രയെത്ര കത്തുകൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് പ്രാർത്ഥനക്കുള്ള അപേക്ഷകളുമായിട്ട് തപാല് പ്രവഹിച്ചപ്പോൾ ഈ വിനീതനോർത്തു. സമുദായമി സലാത്തിന്റെ മജ്ലിസിന്, മദഹിന്റെ മജ്ലിസിന്, മുഹമ്മദ് മുസ്തഫാന്റെ മജ്ലിസിന്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിന് നൽകിയ പ്രാധാന്യം അതിന്റെ പേരിൽ മാത്രം ചോദിക്കുകയാണ് റബ്ബേ. ചോദിക്കാൻ ഇവൻ അവകാശപ്പെട്ടവനല്ല, നമ്മളൊന്നും അവകാശപ്പെട്ടവരല്ല. പക്ഷേ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ളതിലേക്ക് അടുത്തരാവേ പരിശുദ്ധ റമദാൻ